അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നമുക്ക് തന്ന നല്ല ദൈവത്തിന് നന്ദി പറയാം. യേശുവിലായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത്, യേശുവിലായ ആ സമയം മുതൽ ഞാൻ അവൻ്റെ മകനും മകളുമായി തീർന്നിരിക്കുന്നു. മകനും മകൾക്കും ചില അധികാരങ്ങളുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത ചില അധികാരങ്ങൾ മക്കൾക്കുണ്ട്. ആ മക്കൾ എന്ന ആ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിലത് ചെയ്യണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ നമ്മളെ കാണേണ്ടത് ഞാനൊരു ദൈവവൈതലാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ നിങ്ങൾ കാണുന്ന വിധം വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. സാഹചര്യങ്ങൾ പ്രതികൂലമെന്ന് പറയുമ്പോഴും ഞാൻ ആരാണെന്നൊരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അവിടെ ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനായി കഴിയും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. We are in a wrong understanding. നമ്മൾ തെറ്റായ മനസ്സിലാക്കലാണ് നമ്മളായിരിക്കുന്നത്. When we face issues, suddenly we lose our confidence. നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് നമ്മളിലുള്ള ഉറപ്പ് നഷ്ടപ്പെടുന്നു. That is a trick of the devil. അത് പിശാചിന്റെ തന്ത്രമാണ്. That is a trap of the devil. അത് പിശാചിന്റെ കുടുക്കാണ്. You started to say, confess the wrong words that moment. നിങ്ങൾ ആ സമയത്ത് തെറ്റായ കാര്യങ്ങൾ Instead of that, you have to say, do you know who I am? നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുന്നതിന് പകരമായി നിങ്ങൾ പറയണം, ഞാൻ And ക്രിസ്തുവിൽ what I ആരാണ്, have. എനിക്ക് ക്രിസ്തുവിൽ എന്താണുള്ളത്. Say hallelujah, who I am. ഞാൻ ആരാണ്, What I have. എനിക്ക് എന്താണുള്ളത്. Who I am. ഞാൻ ആരാണ്, What I have. എനിക്ക് എന്താണുള്ളത്. Just imagine, tomorrow morning our Jijo brother coming to my home and ask 50,000 rupees. നാളെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നാളെ രാവിലെ ജിജോ ബ്രദർ എന്റെ വീട്ടിൽ 50,000 രൂപ ചോദിക്കാൻ ഇടയാകത്തില്ല. ചോദിക്കുകയാണെങ്കിൽ ഞാനത് കൊടുക്കും തോന്നുന്നുണ്ടോ? ഞാൻ കൊടുക്കത്തില്ല. എന്തിനു കൊടുക്കണം? ഇതേ വരുവാണെങ്കിൽ ചോദിക്കാൻ പോകുന്നത്, could you please give 50,000 rupees because I have a need. അങ്ങനെയല്ലേ പറയത്തുള്ളൂ. എന്താണ് ജിജോ ബ്രദർ വന്നാൽ ചോദിക്കാനൊക്കെ, എനിക്കൊരു 50,000 രൂപ തരുമോ, എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, അന്നമോള് വന്നിട്ട് ചോദിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? പപ്പ എനിക്കൊരു 50,000 രൂപ വേണം, അതായിരിക്കും ചോദിക്കുന്നത്. ആ രീതി ആയിരിക്കോ ജിജോ ചോദിക്കുന്ന രീതി? അന്ന ചോദിക്കുന്ന പോലെ ആയിരിക്കോ ജിജോ ചോദിക്കുന്നേ? എന്താ വ്യത്യാസം? എന്താ കാര്യം? she know what are the promise. അവളുടെ അവകാശം, ഇൻഹെറിറ്റൻസ് എന്താന്ന് അവൾക്കറിയാം. പുള്ളിക്ക് ചോദിക്കാൻ പറ്റുന്ന കടവാ, ഇവന് ചോദിക്കാൻ പറ്റുന്ന ഇൻഹെറിറ്റൻസാ. If Jijo asks something, he asks some എന്താ പറയാ, credit. ജിജോ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അത് കടമായിട്ടേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. But she can ask her inheritance. പക്ഷെ അന്നോട് ചോദിക്കുവാണെങ്കിൽ അത് അവിടെ അവകാശമാണ് ചോദിക്കാൻ ഇടയാകുന്നത്. എന്റെ പൊന്നെ, പിശാചിനോട് പറ, ഞാൻ ആരാന്നറിയാവോ? പറ.
You know, you have to know what you have. നിങ്ങൾക്ക് എന്താണുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. What the inheritance you have in the Christ Jesus. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. If you don't know what is the inheritance, you lose every battle. നിങ്ങൾക്ക് എന്ത് അവകാശങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ 1 Corinthians chapter 3 verse 21. 1 കൊരിന്ത്യർ 3:31 പറയുന്നു. It is everything is yours. എല്ലാം നിനക്കുള്ളതാണ്. Christ is yours. ക്രിസ്തു നിനക്കുള്ളതാ. World is yours. ലോകം നിനക്കുള്ളതാ. Paul is yours. നിനക്കുള്ളതാ. That means this world is belong to me. എന്നുവെച്ചാൽ ഈ ലോകം എനിക്കുള്ളതാണ്. Come on, church. You have to know what are the things kept for you. നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. What are the things God kept for you? നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. You have to know. നിങ്ങൾക്ക് അറിവ് വേണം. You have to say these things belongs to me. നിങ്ങൾ പറയണം ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. So you have to know what you have. നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളത്. Say to your neighbor. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ. Speak to the devil. പിശാചിനോട് പറയുക. Speak to the situation. സാഹചര്യത്തോട് പറയുക. Who I am. ഞാൻ ആരാണെന്ന് പറയുക. Speak to the devil. പിശാചിനോട് പറയുക. Speak to the situation. സാഹചര്യത്തോട് പറയുക. Who I am. ഞാൻ ആരാണെന്ന് പറയുക. What I have. എനിക്ക് എന്താ ഉള്ളതെന്ന് പറയുക. What is my inheritance in Christ. എന്റെ ക്രിസ്തുവിലുള്ള എന്റെ അവകാശങ്ങൾ എന്താണെന്ന് പറയുക. അടുത്തിരിക്കുന്നവരോട് പറ എന്റെ ക്രിസ്തുവിലുള്ള അവകാശങ്ങൾ അവനെ നോക്കിയിട്ട് പറയണം. ആമേൻ. ക്രിസ്തുവിലുള്ള അവകാശം ഞാൻ ആരാന്ന് പറയണം. 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 ഞാൻ ആരാന്ന് പറ പറയണം. ഞാൻ ആരാന്ന് പറയണം. ഞാൻ ആരാന്ന് പറയണം. എനിക്കുള്ളത് എന്താന്ന് പറയണം. എനിക്കുള്ളത് എന്താന്ന് പറയണം. ഞാൻ ആരാന്ന് പറയണം. ഞാൻ ആരാന്ന് പറയണം. എനിക്കുള്ളത് എന്താന്ന് പറയണം. പറ നമ്മളെങ്ങനെയാണെന്നറിയോ? When the bad situation rise, തെറ്റായ സാഹചര്യം എഴുന്നേൽക്കുമ്പോൾ our sin conscious also rise. നമ്മുടെ പാപ സ്വഭാവം കൂടെ നമുക്ക് പാപത്തെ കുറിച്ചുള്ള Lord, I know I am a sinner. എനിക്കറിയാം ഞാനൊരു പാപിയാണെന്ന്. You lose your confidence. നിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാനായിട്ട്. I know my father's father did a wrong job. എനിക്കറിയാം എന്റെ പിതാക്കന്മാർ എന്തോ തെറ്റായ കാര്യങ്ങൾ ചെയ്തു. Again you started to ask, Lord, forgive me. അത് ഓർത്തിട്ട് നീ വീണ്ടും കർത്താവിനോട് പറയും, കർത്താവ് എന്നോട് ക്ഷമിച്ചാട്ടെ എന്ന്. Pastor, if I did a wrong job, really, what I can do now? പാസ്റ്റർ, ഞാനൊരു തെറ്റായ കാര്യങ്ങൾ ശരിക്കും ചെയ്താൽ ഞാൻ എന്ത് If you ചെയ്യാനിടയാകും? give an invitation to the devil, cut the invitation and chase him out. നീ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ പിശാചിന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കീറി കളഞ്ഞിട്ട് അവനെ നിങ്ങൾ പുറത്താക്കുക. ആരെങ്കിലും പിശാചിന് വല്ല ക്ഷണക്കത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കീറിയിട്ട് പറ, പോയി പണി നോക്കട്ടെ, ഞാനും എൻ്റെ അപ്പനും കൂടെ തീർത്തോളാന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, പിശാചിന് വല്ല ക്ഷണക്കത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ കീറി കളഞ്ഞിട്ട് പറ, പിശാചെ ഞാനും എൻ്റെ അപ്പനും കൂടെ തീർത്തോളാം, നീ നിന്റെ പണി നോക്കി പോകുന്നവരാ. പറ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, പിശാചിന് ഇൻവിറ്റേഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കീറി കളഞ്ഞിട്ട് പറ, നീ നിന്റെ പണി നോക്കി പോടാ. പറ എന്റെ പൊന്നെ, പറ ഞാൻ നിന്റെ പണി നോക്കി പോടാ. അടുത്ത വാചകം എന്തോ പറയണ്ടേ? ഞാൻ എന്റെ അപ്പനും കൂടെ തീർത്തോളാന്ന് പറ. ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ബന്ധമല്ല, ഞാൻ മോളാ. ഇനി ആർക്കും അത് മുറിക്കാൻ പറ്റത്തില്ല. I have a relationship with Jesus. എനിക്ക് യേശുവുമായി ഒരു ബന്ധമുണ്ട്. I have a birthright from Jesus. ഞാനൊരു ജന്മാവകാശം എനിക്ക് യേശുവുമായിട്ടുണ്ട്. As Joy and I have a birthright, same way I have a birthright with Jesus Christ. എനിക്ക് എന്നായിട്ട് ഒരു ജന്മാവകാശമുണ്ടോ അതേപോലെ യേശുവുമായിട്ട് എനിക്ക് ജന്മാവകാശമുണ്ട്. This is your birthright. ഇത് നിന്റെ ജന്മാവകാശമാണ്. Those who are receive and confess Jesus as a Lord, they are become child of God. You are a child of God. You have a birthright, man. ആരൊക്കെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചു അവർക്കൊക്കെ ക്രിസ്തുവുമായിട്ട് ഒരു ജന്മാവകാശമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിന്റെ ജന്മാവകാശത്തിൽപ്പെട്ടവരാണ്. അടുത്തിരിക്കുന്നവരോട്, നിന്റെ അപ്പൻ യേശുവാ. എന്റെ അപ്പൻ യേശുവാ. ഇനി അപ്പന് വിചാരിച്ചാലും നിനക്ക് വിചാരിച്ചാലും ബന്ധം മുറിക്കാൻ ഒക്കത്തില്ല. അപ്പൻ വിചാരിച്ചാലും നിനക്ക് വിചാരിച്ചാലും ബന്ധം മുറിക്കാൻ പറ്റത്തില്ല. ഇവന്റെ പിള്ളേർക്ക് ഇവനോട് നാളെ പറയുവാ, നിങ്ങളെല്ലാം എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇവൻ പറയുവാ, നീ നിങ്ങളുടെ പിള്ളേരെല്ലാം പറഞ്ഞാൽ നടക്കുവോ? ഉണ്ടായിപ്പോയെന്നേ. പറ, ജനിച്ചു പോയി, ആർക്കും മാറ്റാം. അടുത്തിരിക്കുന്നവരോട്, ജനിച്ചു പോയി,
ആർക്കും മാറ്റാം, ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞേ. ജനിച്ചു പോയി, ആർക്കും മാറ്റാം, ആർക്കും കഴിയില്ല. പറ, ജനിച്ചു പോയി, ആർക്കും മാറ്റാം, ആർക്കും കഴിയില്ല. ഞാനൊരു ദൈവ പൈതൽ. ഒന്ന് തുള്ളി ചാടിക്കൊണ്ട് പറ, ഞാൻ ദൈവത്തിൽ നിന്നുണ്ടായിരിക്കുക. ഇതാരെ നോക്കി പറയണം? നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയാറുള്ളത് എന്നാന്നറിയോ? തെറ്റിപ്പോയി, തെറ്റിപ്പോയി, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. ഈ പിഴവർച്ചിൽ നിർത്തിയിട്ട് യവനക്കാരെ, ഇൻവിറ്റേഷൻ കൊടുത്ത യവനക്കാരെ കീറിക്കള. നിങ്ങൾ ചിന്തിച്ചത് സെക്സ് അല്ലേ, ലൈംഗികതയല്ലേ? കീറിക്കള. പറ, തെറ്റിപ്പോയി, എന്റെ യേശു എന്നോട് ക്ഷമിക്കുന്നു. പറ, വാതുറക്ക്. So when the situations are getting bad, you have to say, do you know who I am? നിന്റെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നീ ആ സാഹചര്യത്തെ നോക്കി പറയണം, ഞാൻ ആരാണെന്ന് അറിയാമോ? Speak to your situation. നിന്റെ സാഹചര്യത്തെ നോക്കി നീ സംസാരിക്കണം. With boldness. അതിന് ഉറപ്പോടെ സംസാരിക്കണം. I am the child of God. എന്ത് ഉറപ്പോടാണ് സംസാരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ പുത്രനാണ്. I am the child of God. ഞാൻ ക്രിസ്തുവിന്റെ പൈതലാണ്. I am the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I know my inheritance. എന്റെ അവകാശങ്ങൾ എനിക്കറിയാം. I know my inheritance. എന്റെ അവകാശങ്ങൾ എനിക്കറിയാം. Say with me, I know my inheritance. എന്റെ അവകാശങ്ങൾ എനിക്കറിയാം. Next thing, speak to your situation. I know what I can do. അടുത്ത നിങ്ങൾ സാഹചര്യത്തെ നോക്കി പറയണേ, എനിക്കറിയാം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ആമേൻ. നിന്നാൽ ഞാൻ മതിൽ ചാടി കിടക്കും. എനിക്ക് ചിലത് കഴിയും. Devil, do you know I can cast you down? പിശാചേ, നിനക്കറിയാമോ എനിക്ക് നിന്നെ ചാഴ്ത്തി താഴ്ത്തി കളയാൻ I പറ്റും. can cast you down. എന്നെ നിനക്ക് ചാഴ്ത്തി താഴ്ത്തി കളയാൻ I have പറ്റും. authority. എനിക്കൊരു അധികാരമുണ്ട്. Not only authority, അധികാരം മാത്രമല്ല, I have power എനിക്ക് ശക്തിയുണ്ട്. to cast you out. നിന്നെ പുറത്താക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. There is a two thing, authority and power. നിങ്ങൾക്ക് അധികാരവുമുണ്ട്, ശക്തിയുണ്ട്. What is the difference? എന്താണ് അതിന്റെ വ്യത്യാസം? A policeman don't have authority to open the jail. പോലീസുകാരന് ജയിൽ തുറക്കാനുള്ള അധികാരമില്ല. If he is a powerful man, he can because of his power. But without authority, the words of authority can't open. ഒരു ശക്തിയുള്ള മനുഷ്യനാണെങ്കിൽ ശക്തി കൊണ്ട് അത് ചെയ്യാനായി സാധിക്കും. പക്ഷേ അധികാരമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അധികാരമില്ലാതെ അത് തുറക്കാനായി സാധിക്കത്തില്ല. He need a authority from the superior officers. എന്നുവെച്ചാൽ ഒരു കോൺസ്റ്റബിളിന് ഒരു സുപ്രീം ഓഫീസറിന്റെ കയ്യിൽ നിന്ന് അധികാരം വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. But authority and power is working together in my life. പക്ഷേ എന്റെ ഉള്ളിലാണെങ്കിൽ അധികാരവും ശക്തിയും ഒരേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുള്ളിച്ചാടി പറ, I have authority. എനിക്ക് അധികാരമുണ്ട്. Not only authority, എനിക്ക് അധികാരം I മാത്രമല്ല, have power also. എനിക്ക് ശക്തി കൂടെ ഉണ്ട്. I can destroy എനിക്ക് the work of the devil. എനിക്ക് പിശാചിന്റെ പ്രവൃത്തികളെ I can ഉടച്ചു കളയാൻ destroy. പറ്റും. എനിക്ക് പിശാചിന്റെ I പ്രവൃത്തികളെ work of the devil. പിശാചിന്റെ പ്രവൃത്തികളെ ഉടച്ചു I കളയാൻ can സാധിക്കും. destroy എനിക്ക് തകർത്ത് the കളയാം. head of the snake. പിശാചിന്റെ തലയെ തകർത്ത് കളയാം. I can stumble upon the scorpions. എനിക്ക് പിശാചിന്റെ തലയെ തകർത്ത് കളയാം. പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ, ശത്രുവിന് മേൽ ചവിട്ടി കളയാൻ എനിക്ക് അധികാരമുണ്ട്. Yeah. I know who I am. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. I know what I have. എനിക്ക് എന്താണുള്ളതെന്ന് And എനിക്കറിയാം. what I know what I can do. എനിക്കറിയാം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയാം. പറ പറ, I know what I can ഞാൻ ആരാന്ന് എനിക്കറിയാം. എനിക്ക് എന്താ ഉള്ളതെന്ന് അറിയാം. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്കറിയാം. എന്താ ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് ഇത് ഭാര്യ ഭർത്താവിനോട് പറയുന്നതാകല്ലേ, പിശാചിനോട് പറയുന്നതാകണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഞാൻ ആരാന്ന് എനിക്കറിയാം. ഞാനാണെന്ന് എനിക്കറിയാം. അന്വേഷിച്ചിരിക്കുന്നു, ഭാര്യയോട് പോലും പറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ആരാന്ന് എനിക്കറിയാം. എനിക്കുള്ള എന്താന്ന് എനിക്കറിയാം. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്കറിയാം. എന്താ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയാം. 5-6 പേരെടുങ്കിലും ചെന്നെന്ന് പറഞ്ഞേ, നിൽക്കുക, പറ, ചെന്ന് പറ. ഞാൻ ആരാണെന്ന് നിങ്ങൾ അവിടെ നിന്ന് കുലുങ്ങാനല്ല പറഞ്ഞ, അടുത്ത ആളുകൾ ചെന്ന് പറയാൻ. ഉള്ളതെന്നറിയാം. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയാം. These things you have to speak. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. You have to confess. നിങ്ങൾ അത് ഏറ്റു പറയേണ്ടത്. ഇന്ന് എന്റെ പ്രവചന വചനത്തിലേക്ക് വരത്തില്ല, പകുതി പോലും തൊട്ടില്ല, എവിടെ എത്താൻ നിൽക്കുക. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വന്നില്ല കേട്ടോ. മെസ്സേജ്
ഉൽപ്പത്തി പുസ്തകം 26 അധ്യായമോ, അവിടേക്ക് വരുന്നില്ലെന്ന് ഞാൻ നേരത്തിൽ ഇവിടെ കൊണ്ട് നിർത്താം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഞാൻ ആരാന്നറിയാം, ഞാൻ ആരാന്നറിയാം, എനിക്കുള്ള എന്താണെന്നറിയാം, എനിക്കുള്ള എന്താണെന്നറിയാം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നറിയാം. തല്ലുകൂടാൻ അറിയോ, അറിഞ്ഞുകൂടെങ്കിൽ ചെയ്തു നോക്ക. ഞാൻ ആരാന്നറിയോ, എനിക്കുള്ള എന്താണെന്നറിയോ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്നറിയോ. ഇങ്ങനെയാണ് അവനോട് പരിപാടി ചെയ്യേണ്ടത്. ഒന്ന് തുള്ളിച്ചാട. ഞാൻ ആരാന്നറിയോ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നറിയോ. സോളി എന്നോടാണോ പറയുന്നതെന്ന് ഡൗട്ട്. You know, this is one more thing. We have to speak the words of faith and words of power. നിങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി സംസാരിക്കാൻ ഇടയാകണം. Do you know who you are? നിങ്ങൾ ആരാണെന്നറിയാമോ? എന്താ എൻ്റെ അപ്പൻ്റെ പേരെന്തോടാ? ജോണിനുണ്ടായ ഒരു ജിജോ ജോൺ അല്ല, യേശുപ്പച്ചനുണ്ടായ ഒരു ജിജോ ജോൺ. മത്തായിക്കുണ്ടായ തോമാച്ചനല്ല, യേശുവിനുണ്ടായ മത്തായി എന്ന് പറ. കൈ അടിച്ചു രാമീൻ പറ. I know who I am. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. I know what I have. എനിക്ക് എന്താണുള്ളതെന്ന് എനിക്കറിയാം. I know what I can do. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. I know what the power of the faith. എനിക്ക് എന്ത് ശക്തിയാണുള്ളതെന്ന് എനിക്കറിയാം. The faith. I know the words of power of faith. എനിക്ക് ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് എനിക്കറിയാം. Power of faith. വിശ്വാസത്തിന്റെ ശക്തി എനിക്കറിയാം. And also I know the power of authority. അധികാരത്തിന്റെ ശക്തിയെ എനിക്കറിയാം. Use your word with faith and power. നിങ്ങളുടെ വാക്കുകൾ അത് വിശ്വാസമുള്ളതും ശക്തിയോട് കൂടിയതുമായിരിക്കട്ടെ. അടുത്തിരിക്കുന്നവരോട് use your word with faith and power. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ശക്തിയോടും വിശ്വാസത്തോടും കൂടിയായിരിക്കട്ടെ. Don't allow the situation to speak to you. ആ സാഹചര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ ഇടവരുത്തരുത്. Don't allow the devil to speak to you. പിശാച് നിന്നോട് സംസാരിക്കാൻ ഇടവരുത്തരുത്. Instead of that, you have to confess like this. അതിന് പകരമായി നിങ്ങൾ ഇങ്ങനെ ഏറ്റുപറയണം. Lord has given me a life to enjoy freely without limit. Lord has given me this life to enjoy freely without limit. ഒരു പരിധിയുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവിക കൽപ്പനയാണ് ദൈവം എനിക്ക് തരുവാനിടയായത്. എന്റെ കൂടെ ഒന്ന് പറയാവോ, എനിക്ക് ഒരു ജീവിതം തന്നിരിക്കുകയാണ്, പരിമിതികളില്ലാതെ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായി. എനിക്ക് ദൈവം ഒരു ജീവിതം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തോടെ പരിമിതികളില്ലാതെ ജീവിക്കുവാൻ. Once again, എനിക്കൊരു ജീവിതം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തോടെ പരിമിതികളില്ലാതെ ജീവിക്കുവാൻ. നമ്മുടെ വാക്കുകൾ വിശ്വാസത്തോട് കൂടിയതും അധികാരത്തോട് കൂടിയതുമായിരിക്കട്ടെ. നിങ്ങളെ ആക്കിയിരിക്കുന്ന ദൈവം വിശ്വസ്തനായിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ അമ്മയുടെ പേര് അരുന്ധതി. അമ്മ വരുന്നത് കരവാളൂരിൽ നിന്നാണ്. അമ്മ പറയുന്നത് 3 വർഷമായിട്ട് അമ്മയുടെ വലതു ബ്രസ്റ്റിനകത്ത് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് നിമിത്തം ശ്വാസം എടുക്കുമ്പോൾ പ്രയാസമുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രയാസമുണ്ടായിരുന്നു അമ്മ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സോളി സിസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ വിശ്വാസത്തോടെ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചു. അമ്മ പറയുന്ന അതിനെ തുടർന്ന് ആ മുഴ അവിടുന്ന് മാറിപ്പോയി. ഇപ്പോൾ യാതൊരു പ്രയാസവുമില്ലെന്ന് അമ്മ സാക്ഷ്യം. എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിനെ. എത്ര നാളായിട്ട് മഴയുണ്ടായിരുന്നു? ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. 3 വർഷമായിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെഞ്ചിനകത്തുള്ള മഴ ശ്വാസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. ആഹാരം കഴിക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി, ആ മഴയും മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കഴിഞ്ഞ ആഴ്ച സോളി സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ദൈവം ചെയ്തു എങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞേ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി പറഞ്ഞു. ഒന്നും കൂടെ ചുണയായിട്ടൊന്ന് കൈയടിച്ചേ. കാർത്തിക് ഇവർ വരുന്നത് കളുത്തുപ്പുഴയിൽ നിന്നാണ്. മോന് സ്കിന്നിനകത്തൊരു അലർജി ഉണ്ടായിരുന്നു. അത്
വലത് കവിളിൻ്റെ ഭാഗത്ത് കറുത്ത പാട് വരുന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ പുനലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ പറയുന്നത് ഇപ്പോൾ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, ആ പാട് മുഴുവനായിട്ട് മാറുവാനെ കൊണ്ടിടയായി തീർന്ന സാക്ഷി. പുല്ലൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞു? മോനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടറിന് അതിന് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് മറ്റെന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞു? എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി, ആ കളർ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ഒന്നും കൂടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സാധാരണ ഇങ്ങനെ വരുന്നത് സ്കിൻ ക്യാൻസറിൻ്റെ ആരംഭമാണ്, അതുകൊണ്ട് ആ കളർ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞ്. എന്നാൽ കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. ഒന്ന് ചുണയായിട്ട് കൈയടിക്കാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അത്ഭുതങ്ങൾ സാധാരണ എന്ന് പറഞ്ഞേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ പറഞ്ഞേട്ടെ. അതേപോലെ ഈ അമ്മ പറയുന്നത് ഈ മോന് 10ാം ക്ലാസ് എക്സാം എഴുതുന്ന സമയത്ത് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ മോൻ അമ്മയോട് പറഞ്ഞു അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. അമ്മ പറയുന്നത് നല്ല റിസൾട്ട് ലഭിച്ചു. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ മോന് പഠിക്കുകയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതേപോലെ ഇവർ ഇന്ന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നാൽ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിച്ചു എന്ന് സാക്ഷ്യപ്പെടുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് സന്തോഷത്തോടെ പോയട്ടെ. ഈ സിസ്റ്ററിന്റെ പേര് സൈലീല, പുത്തഞ്ചിറയിൽ നിന്ന് കടന്നു വരുന്നു. ഈ സിസ്റ്ററിനുണ്ടായ അനുഭവം വലിയൊരു സാക്ഷ്യം. 8 മാസത്തോളമായി സിസ്റ്ററിനെ മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോകുമായിരുന്നു. 8 മാസമായിട്ട് മോഷനോടൊപ്പം ബ്ലഡ് പോകുമായിരുന്നു. അത് കാരണം ബ്ലഡിലെ കൗണ്ട് വളരെ കുറവായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഈ സിസ്റ്ററിന് ബ്ലഡ് കയറ്റുവാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ആഴ്ചയിൽ 8 മാസമായിട്ട് ആഴ്ചയിൽ 2 ദിവസം ബ്ലഡ് ഇടുമായിരുന്നു. 2 കുപ്പി ബ്ലഡ് കയറ്റുമായിരുന്നു. ഇതൊക്കെ പറയട്ടെ, സത്യമാണ് ഈ പറയുന്നത്? എന്തുവായിരുന്നു അമ്മയുടെ പ്രയാസം? അത് ആണ്ടാശത്തിലും മുഴയുണ്ട്, പിന്നെ വൻകുടലും 2 കുരുണ്ട്. അത് കോട്ടയത്ത് പോയി കരിക്കണം എന്ന് പറയണ്. അതിനൊന്നും പോവാൻ കൂടെ പോരാൻ ആളില്ല, സാമ്പത്തികമില്ല. ഇവിടെ വന്ന് രജനി സിസ്റ്റർ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കുന്നത് 8 മാസമായിട്ട് അമ്മയ്ക്ക് അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു. ബ്ലഡ് ഇങ്ങനെ കൊണ്ട് അറിയില്ലായിരുന്നു, മനസ്സിൽ കൂടെ പോയായിരുന്നു. ആഴ്ചയിൽ 2 കുപ്പി ബ്ലഡ് ആഴ്ചയിൽ കയറ്റണം. സത്യമാണോ? അതെ, സത്യമാണ്. എവിടെയും ബ്ലഡ് കയറ്റിക്കൊണ്ടിരുന്നത്? ആസ്പത്രിയിൽ പോവാൻ ഒരു ആശുപത്രി ഇല്ല. ഞാൻ ചോദിക്കുന്ന അമ്മ ഏത് ഹോസ്പിറ്റലിലാണ് ബ്ലഡ് കയറ്റാനോട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ചാലാക്ക മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം പോയി. അല്ല, മെഡിക്കൽ കോളേജിൽ എന്നാ ആഴ്ചയിൽ 2 ദിവസം പോകുമല്ലോ? ആ ആഴ്ചയിൽ 2 ദിവസം പോകുന്ന ഏത് ഹോസ്പിറ്റലിന്? അടുത്തുള്ള ഹോസ്പിറ്റലിലാണോ പോകുന്നത്? കൊടുങ്ങല്ലൂര് പോകും, ഇരിങ്ങാലക്കുട പോടക്കി 2 പ്രാവശ്യം പോയി. പുത്തഞ്ചിറ പോയി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇടണമായിരുന്നു. എവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? പോസിറ്റീവ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഞാൻ 1-2 കാര്യം കുഴയ്ക്കുന്നു ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ച് പിന്നെ ഇതുവരെ ഇപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ മീറ്റിംഗിലാണ് പ്രാർത്ഥിച്ചത്. ഇതുവരെ ബ്ലഡ് കയറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മീറ്റിംഗിൽ എനിക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞതിന്റെ മുമ്പത്തെ മീറ്റിങ്ങിനാണ് അമ്മ വന്നത്. അന്ന് മുതൽ അമ്മയ്ക്ക് ബ്ലീഡിംഗ് ഇല്ല. സന്തോഷമുള്ള കാര്യം അല്ലേ? ആഴ്ചയിൽ 2 കുപ്പി ബ്ലഡ് ഇടുന്നത് പറയുന്ന സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയെ ആരാ സൗഖ്യമാക്കിയെന്നറിയോ? അയാളുടെ പേരറിയോ? യേശു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അമ്മയുടെ വീട് എവിടെ? പുത്തഞ്ചിറയാണ്. പുത്തഞ്ചിറ എന്ന് പറഞ്ഞ എറണാകുളത്താണോ? അല്ല, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല, കൊടുങ്ങല്ലൂര്. നമ്മുടെ രജനി സിസ്റ്റർ പോലീസ്. ഓ, മനസ്സിലായി. സന്തോഷം. പോയട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സന്തോഷമായിട്ട് പോയട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയാം. ഓരോ അത്ഭുതങ്ങളും ഓരോ പ്രവൃത്തികളും അവരുടെ ജീവിതത്തോട് ചോദിച്ചാൽ ഒരു കഥ തന്നെ അവർക്ക് പറയുവാനുണ്ടാകും. അവർ വിഷമിച്ചതായ സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് വെളിപ്പെട്ടത് എത്ര വ്യത്യസ്തമായ വിധത്തിലാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ആ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി അനുഭവിക്കണം. അപ്പോൾ സാഹചര്യങ്ങൾ പലപ്പോഴും ആളുകളെ ധൈര്യത്തിൽ നിന്ന് ധൈര്യം ക്ഷയിച്ച സ്ഥിതിയിലേക്ക്, കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി, ദൈവജനത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ലൈഫിലായിരിക്കുന്ന ഏത് സാഹചര്യത്തെയും അതിശക്തിയോടെ ഫേസ് ചെയ്യാനിടയാകും. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. നിൻ്റെ സ്നേഹത്തിനായി നന്ദി. അപ്പോൾ ആ കുടുംബങ്ങളിൽ ഇവ
ഇവരുടെ മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ തക്കോണം, വിശ്വാസത്തോടെ ഫേസ് ചെയ്യാൻ തക്കോണം, അധികാരത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കോണം കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ. എനിക്കൊരു വ്യക്തിയുടെ നഖം കാണാം. അത് എന്തോ തൻ്റെ നഖത്തിലൊരു ക്ഷതം സംഭവിച്ചതാണ്. പക്ഷേ അതിന് ശേഷം ആ വിരലുകൾക്ക് പോലും ബലമില്ലാത്ത സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. ആ നഖം ശരിയായ വിധത്തിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, ആ വിരലുകൾ പോലും ബലമില്ലാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. അതേപോലെ തന്നെ തൻ്റെ കണ്ണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. നമ്മളുടെ കണ്ണുകൾ എല്ലാ ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് ചലിപ്പിക്കുമ്പോൾ വേദന തോന്നുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കോർണറിലേക്ക് വരുമ്പോൾ വേദന ഫീൽ ചെയ്യുന്നു. മുകളിലോട്ട് കണ്ട് കൃഷ്ണമണി പോകുമ്പോൾ വേദന ഫീൽ ചെയ്യുന്നു. കർത്താവെ, ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളുണ്ടാകട്ടെ അപ്പാ. അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. കർത്താവെ, ദൈവത്തിൻ്റെ വിശ്വസ്തത ഇവർ ഓരോ സാഹചര്യങ്ങളിലും അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, രാത്രിയിൽ ദൈവത്തെ കാണട്ടെ, അവിടുത്തെ അനുഭവിക്കട്ടെ, അവിടുത്തെ ശബ്ദം കേൾക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഓരോ ദിവസവും സന്തോഷിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഭവങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. ഗോഡ് ബ്ലസ് യു.